So today's section we are going to discuss two important concepts of thermodynamics, that is state and equilibrium. Okay, state and equilibrium. Okay ആണോ? സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എടാ നിങ്ങളുടെ സ്റ്റേറ്റ് പറയുന്നത് എങ്ങനെയാ? നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? വീട്ടിൽ അല്ലേ? പൊസിഷൻ അല്ലേ? പൊസിഷൻ, ഒന്നാമത്തെ പൊസിഷൻ പറയണം. നിങ്ങൾക്ക് എത്ര ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ? നിങ്ങളുടെ എനർജി എത്ര ആണ് അല്ലേ? ഇപ്പോഴത്തെ പോയിന്റിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥ പറയാൻ വേണ്ടി നമുക്ക് കുറച്ച് എന്താ പറയുന്നത് പ്രോപ്പർട്ടീസ് എടുക്കും. കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സിസ്റ്റം ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ആ അവസ്ഥ, ആ അന്നേരമുള്ള സ്റ്റേറ്റിനെ കാണിക്കേണ്ട യൂസ് ചെയ്യുന്നതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് നമുക്ക് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേന് നോക്കി, ഇത് ഒരു വോളിയം ഓഫ് ഗ്യാസ് ആണ്. ഓക്കെ, ഇതിനകത്തുള്ള മാസ് 2 കിലോഗ്രാം ആണെന്നിരിക്കട്ടെ. ഓക്കെ, T1 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, വോളിയം V1 = 1.5 മീറ്റർ ക്യൂബ് ആണെന്നിരിക്കട്ടെ. ഇതാണ് സ്റ്റേറ്റ് 1. ആഫ്റ്റർ 30 സെക്കൻഡ് 30 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ മാസ് 2 കിലോഗ്രാം തന്നെയാണ്. പക്ഷേ T2 എന്ന് പറയുമ്പോഴത്തേന് 25 ഡിഗ്രി സെൽഷ്യസ് ആയി. ഓക്കെ, അപ്പോൾ V2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മീറ്റർ ക്യൂബായി. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് 2. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പറയുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇതുപോലുള്ള പ്രോപ്പർട്ടി കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? സിമ്പിളാണ്. ജസ്റ്റ് അതിന് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ക്ലിയർ ആണോ? ഇത് സ്റ്റേറ്റ് എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥയെ കാണിക്കുന്നതാണ് സ്റ്റേറ്റ് നമ്മൾ കാണിക്കുന്നത് അവിടെയുള്ള പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, അതുപോലുള്ള പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ഓരോ സ്റ്റേറ്റ്. ഒരു സിസ്റ്റം ഇപ്പം ഒന്നാമത്തെ നമ്മൾ 10 മണിക്ക് നോക്കിയപ്പോൾ അതിൻ്റെ പ്രഷറിൻ്റെ വാല്യൂ 1 ബാർ, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. 10:30 നോക്കിയപ്പോൾ അതിൻ്റെ പ്രഷറിൻ്റെ വാല്യൂ 8 ബാറും ടെമ്പറേച്ചർ 100 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഒരു സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലോട്ട് കടന്നു പോയിട്ടിരിക്കുക. അതായത് ആ ഒരു സിസ്റ്റം ഒരു പ്രോസസ്സിന് വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലോട്ട് മൂവ് പോകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുമ്പോൾ അവിടെ എന്ത് പറയാം? സിസ്റ്റം ഒരു പ്രോസസ്സിന് വിധേയമായെന്ന് നമുക്ക് പറയാം. പക്ഷേ രണ്ട് ടൈമിലും അതിൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ പാരാമീറ്റേഴ്സിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം സെയിം സ്റ്റേറ്റിലാണെന്ന് പറയാം അല്ലേ? ആണോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായോ? പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായോ? സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണെന്ന് ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലെക്ചർ നോട്ടിനകത്ത് ജസ്റ്റ് മാർക്ക് ചെയ്തല്ലോ. ലെക്ചർ നോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സാറ്റർഡേ സൺഡേ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ലിൻവേഴ്സിനകത്ത് ലെക്ചർ നോട്ട് അപ്ഡേറ്റ് ചെയ്യണം. കേട്ടല്ലോ? ഓക്കെ, അടുത്തത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താണ് പറയുന്നത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്തുവാ? ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ഇക്വിലിബ്രിയം? എന്താണ് ഇക്വിലിബ്രിയം? പൊസിഷൻ നടക്കത്തില്ല. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ആണോ?
നമ്മളിപ്പോൾ മെക്കാനിക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇല്ലേ, പിന്നെ ഡൈനാമിക്സ് ഇക്വിലിബ്രിയം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അന്ന് വെച്ചാൽ എന്തുവാ, അവിടെ നെറ്റ് ഫോഴ്സ് 0 സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 അല്ലേ. ഡൈനാമിക് ഇക്വിലിബ്രിയം പറയുമ്പോഴത്തേന് നെറ്റ് ഫോഴ്സും പിന്നെ ഇനേർഷ്യ ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. ആണോ? അങ്ങനത്തെ ഇക്വിലിബ്രിയംസ് ആണ് വരുന്നത്. ഇവിടെ അതേപോലെ ഒരു ഇക്വിലിബ്രിയമാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. പക്ഷേ ഇവിടെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ 3 കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ 3 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ തെർമൽ ഇക്വിലിബ്രിയം. ഫസ്റ്റ് വൺ ആണ് തെർമൽ ഇക്വിലിബ്രിയം. സെക്കൻഡ് വൺ ആണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. തേർഡ് വൺ ആണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? ഒരു സിസ്റ്റം തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? പറഞ്ഞേ. 3 കണ്ടീഷൻസ്. എന്തൊക്കെ? ഫസ്റ്റ് വൺ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, സെക്കൻഡ് വൺ അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, തേർഡ് വൺ അത് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സിസ്റ്റം എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? എക്സ്പ്ലെയിൻ. ഒരു 3 മാർക്സിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം 3 ഇക്വിലിബ്രിയംസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ്? തെർമൽ, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം എന്താ നമുക്കൊന്ന് പഠിക്കാം. ആദ്യമേ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേന് ഒരു സിസ്റ്റം എടുക്കുന്നു കേട്ടോ. ഒരു വോളിയത്തിന് ഒരു ഗ്യാസ് എടുക്കുന്നു, ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് എടുക്കുന്നു. ഈ ഗ്യാസിനകത്ത് പല പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ പല പോയിൻറ്റ്സിലെല്ലാം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസാണ്, ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 60 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 21 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നോക്കുമ്പം ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ പല പോയിൻറ്റ്സിലാണ് പല ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ഇതൊരു തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ? അല്ല. അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടുതലും ഒരു സ്ഥലത്ത് ടെമ്പറേച്ചറും കുറവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും ഇല്ലേ. നമ്മൾ ഒരു ചൂടായിട്ടുള്ള ഒരു വെസൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു അടുപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോട്ട് വെസൽ നമ്മൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളാൻ കാരണം എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാ. അപ്പം ഇവിടെ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇല്ല. അപ്പോൾ ഇത് നോട്ട് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. എന്താണ്? ദിസ് ഈസ് നോട്ട് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഹീറ്റ് ട്രാൻസ്ഫർ എല്ലാം നടന്നിട്ട് ഇതിനകത്ത് എല്ലാം മൊത്തം ടെമ്പറേച്ചറും ഒരേ ടെമ്പറേച്ചറായിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഒരു 32 ആകുന്നു. ഇവിടെ 32 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 32 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 32 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 32 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചറായിട്ട് മാറുന്നത്. അപ്പോൾ നോക്കിയേ, ഒരു സിസ്റ്റത്തിലെ എല്ലാ പോയിൻറ്റ്സിലും ഒരേ
ടെമ്പറേച്ചർ. അപ്പോൾ ഇതെന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലല്ലേ? ഇത് തെർമൽ ഇക്വിലിബ്രിയത്തിലല്ലേ? ആണോ? ഇത് തെർമൽ ഇക്വിലിബ്രിയത്തിലല്ലേ? ആണോ? അപ്പോൾ ഇത് ബിഫോറാണ്, ബിഫോർ തെർമൽ ഇക്വിലിബ്രിയം. ഇതെന്താണ്? ആഫ്റ്റർ തെർമൽ ഇക്വിലിബ്രിയം. മനസ്സിലാവുക പറഞ്ഞത്? അതായത് ഒരു സിസ്റ്റം എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലെ എല്ലാ പോയിൻറ്റ്സിലും ഒരേ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. അവിടെ ഇൻറ്റേർണലായിട്ട് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ. പക്ഷേ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻ? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഇൻറ്റേർണൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഈ തെർമൽ ഇക്വിലിബ്രിയം വരുമ്പോഴത്തേന് എന്താ കണ്ടീഷൻ? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്ന് പറഞ്ഞ് എന്താ കണ്ടീഷൻ? എല്ലായിടത്തും എന്താണ് പറഞ്ഞേ? എല്ലായിടത്തും എങ്ങനെ ആയിരിക്കണം? കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? ഹലോ 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 സർ. എല്ലായിടത്തും എങ്ങനെ ആയിരിക്കണം തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ? ടെമ്പറേച്ചർ എല്ലായിടത്തും എങ്ങനെ ആയിരിക്കണം? ടെമ്പറേച്ചർ എല്ലായിടത്തും സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അബ്ദുള്ള, അഭിജിത്ത്, ഞാൻ പറയുകയാണ്, ഇതെല്ലാം ഇതിൻ്റെ ബേസിക്സ് ആണ്. പക്ഷെ നമുക്ക് ശരിക്കും തെർമോഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 95% പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. പക്ഷേ ഈ കോൺസെപ്റ്റുകൾ നന്നായി ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് സിമ്പിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക, നല്ല ക്ലിയർ കട്ടാക്കി പോവുക. അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതല്ല ഇതെല്ലാം കൺഫ്യൂസ്ഡ് ആവും കുറച്ച് കഴിയുമ്പോഴത്തേന്. സിമ്പിളാണ് കാര്യങ്ങൾ, പക്ഷേ ക്ലിയർ കോൺസെപ്റ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഇക്വിലിബ്രിയം എന്തുവാ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് തെർമൽ പറഞ്ഞു. രണ്ടാമത്തെ എന്തുവാ? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അപ്പം രണ്ടാമത്തെ നമുക്ക് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം നോക്കാം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേന് ഒരു സിസ്റ്റം എടുക്കുന്നു. ഈ സിസ്റ്റത്തിനകത്ത് എല്ലാ പോയിന്റിലും ഒരേ പ്രഷർ ആയിരിക്കണം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ എടുക്കുന്നത്, ഓക്കെ, ഇവിടെ 1 ബാറാന്നിരിക്കട്ടെ, ഇവിടെ 2 ബാറാന്നിരിക്കട്ടെ, ഇവിടെ 3 ബാറാന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കൂടിയെടുത്തു നിന്ന് പ്രഷർ കുറഞ്ഞെടുത്തോട്ട് എന്തുണ്ടാവും? പ്രഷർ കൂടിയെടുത്തു നിന്ന് പ്രഷർ കുറഞ്ഞെടുത്തു നിന്ന് എന്ത് മോളിക്യൂൾസ് മൂവ് ചെയ്യത്തില്ലേ? ആണോ? മൂവ് ചെയ്യും. അപ്പം മോളിക്കുലാർ മൂവ്മെന്റ് ഉണ്ടാവും. പക്ഷെ അന്നേരം ഇത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാവോ? നോട്ട് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനകത്ത് എല്ലായിടത്തും ഒരേ പ്രഷർ ആയിരിക്കണം. പ്രഷർ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. എന്താണ്? പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രഷർ. രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരു ചേഞ്ച് ഇൻ പ്രഷർ ഉണ്ടാവാൻ പാടില്ല. രണ്ട് പോയിന്റുകൾ തമ്മിൽ ഈ പോയിന്റ് എടുത്താലും എ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താലും ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താലും രണ്ട് പോയിന്റ്സ് തമ്മിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മോളിക്കുലാർ മൂവ്മെന്റ് ഉണ്ടാകും. അവിടെ മോളിക്കുലാർ മൂവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ രണ്ടായിടത്തും ഹോമോജീനിയസ് ആയിട്ട് ഒരേ പ്രഷർ അല്ലേ, പ്രഷർ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? there is no change in pressure at any point of the system with the time. ടൈം മാറുന്നതനുസരിച്ച് ഒരു സിസ്റ്റത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രഷർ ഡിഫറൻസ് ഉണ്ടാവാൻ പാടുള്ളതല്ല. ആണോ?
മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ക്ലിയർ ആയോ? മൂന്നാമത്തെ എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം. അതൊന്ന് നോക്കിയാലോ. ഇപ്പം കെമിക്കൽ ഇക്വിലിബ്രിയം നിങ്ങൾ എന്നു പറഞ്ഞ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്തുമായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞ് ഒരു ഗ്യാസ് എടുക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഈ ഭാഗത്ത് നൈട്രജൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്, ഈ ഭാഗത്ത് ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്, ഈ ഭാഗത്ത് സൾഫർ ഡയോക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കെമിക്കൽ കോമ്പോസിഷൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യത്തില്ലേ? അത് അല്ലെങ്കിൽ ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകത്തില്ലേ? അപ്പോൾ അത് പാടില്ല. ഓക്കെ, അപ്പോൾ അതായത് ഈ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ടൈം 10 AM നോക്കുന്നത്, ഇതിനകത്തുള്ള കെമിക്കൽ കോമ്പോസിഷൻ തന്നെയാണ് 10:30 ആയപ്പോൾ നോക്കി. 10:30 ആയപ്പോഴും സെയിം കെമിക്കൽ കോമ്പോസിഷനാണ്. കെമിക്കൽ കോമ്പോസിഷന് യാതൊരു ചേഞ്ചും ഇല്ല. ഇപ്പം നമ്മൾ ചിലപ്പം ചില സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നു, രാവിലെ 10 മണിക്ക് എടുത്തു വെക്കുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേന് രാവിലെ വെച്ച കോമ്പോസിഷൻ ആയിരിക്കത്തില്ല ഉച്ച കഴിയുമ്പോൾ നോക്കുമ്പോൾ, ആണോ? ആ ടൈം 2 മണിക്കൂർ 2 അവറോ 3 അവറോ നമ്മൾ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് ആ കെമിക്കൽ കോമ്പോസിഷന് ഡിഫറൻസ് സംഭവം വേരിയേഷൻ വന്നിരിക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? അത് കെമിക്കലി സ്റ്റേബിൾ അല്ല. അത് ചുറ്റുമുള്ള അല്ലെങ്കിൽ അതിനകത്തുള്ള സംഭവങ്ങളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വേറൊരു കോമ്പൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതിൻ്റെ വേറൊരു കമ്പോണൻ്റാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കെമിക്കലി സ്റ്റേബിൾ അല്ല. അപ്പോൾ എന്തുവാണ്? ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്താണ്? ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല? ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് എന്താ ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്തത്? എന്താണ് ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്തത്? പറഞ്ഞേ സഹോദര. കെമിക്കൽ കോമ്പോസിഷൻ. അപ്പം ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാൻ കണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ തെർമൽ ഇക്വിലിബ്രിയത്തിന് ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്തുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. രണ്ടാമത്തേത് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അതായത് പ്രഷർ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. യൂണിഫോം പ്രഷർ ആയിരിക്കും. പ്രഷർ ഡിഫറൻസ് ഉണ്ടായാലും അവിടെ മോളിക്കുലർ മൂവ്മെൻറ്റ് ഉണ്ടാവും, അവിടെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. മൂന്നാമത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേനും ടൈം ചേഞ്ച് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷന് യാതൊരു ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഇക്വിലിബ്രിയമാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ 3 കണ്ടീഷൻസ് അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഒരു സിസ്റ്റം എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു സിസ്റ്റം എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു സിസ്റ്റം എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അടുത്ത നമ്മൾ 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സ്റ്റേറ്റ് പറഞ്ഞു നമ്മൾ ഓൾറെഡി, എന്നാലും ഒന്നുകൂടെ പറയണം. പ്രോസസ്സ് പറയണം, സൈക്കിൾ പറയണം. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുണ്ടോ? ഇതൊരു പ്രോപ്പർട്ടി 1. സാധാരണ നമ്മളിവിടെ ചിലപ്പോൾ പ്രഷർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് പ്രോപ്പർട്ടി 2 ചിലപ്പോൾ ടെമ്പറേച്ചർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ വോളിയം ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ പ്രോപ്പർട്ടി 1, ഇപ്പോൾ പ്രോപ്പർട്ടി 1ന് ഇവിടുത്തെ ഈ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എടുത്ത് പ്രോപ്പർട്ടി 2ന് ഈ ഒരു കറസ്പോണ്ടിങ് ഇതാണ് സ്റ്റേറ്റ് 1. കണ്ടോ? സ്റ്റേറ്റ് 1ൽ എന്താണ്? P1ഉം T1ഉം വരുന്ന പോയിൻ്റാണ് സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത്. ആണോ? P1ഉം T1ഉം വരുന്ന പോയിൻ്റാണ് സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത്. ആണല്ലോ? ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1 അവർ കഴിഞ്ഞു. ആഫ്റ്റർ 1 അവർ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുമ്പോൾ പ്രഷർ P2 ആയി, ടെമ്പറേച്ചർ T2 ആയി. ടെമ്പറേച്ചർ T2 ആയി. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുന്നു? ആ പ്രഷർ P2 ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു, ടെമ്പറേച്ചർ T2 ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റിയപ്പോൾ ഇതാണ് സ്റ്റേറ്റ് 2 കിട്ടിയത്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ലൈനുണ്ട്. കണ്ടോ? അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് 1, ഇതാണ് സ്റ്റേറ്റ് 1, ഇതാണ് സ്റ്റേറ്റ്
എന്താണ് സ്റ്റേറ്റ് 2. ഇപ്പോൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അപ്പോൾ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 പോയ ആ ഒരു പാത്തിനെ പറയുന്ന പേരാണ് പ്രോസസ് പാത്ത്. ഓക്കെ, സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പാത്തിനെ പറയുന്ന പേരാണ് പ്രോസസ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കണം. അതായത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. എന്താണ് ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നമുക്ക് പഠിക്കണം. ആദ്യമായിട്ട് കേൾക്കുവാണോ ഈ പേര്? ആദ്യമായിട്ട് കേൾക്കുവാണോ? ആദ്യമായിട്ട് കേൾക്കുവാണോ? ആദ്യമായിട്ട് കേൾക്കുവാണോ? ഓക്കെ, ഞാൻ പറയാം. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഇനിഷ്യലി ഒരു സ്റ്റേറ്റ് 1 ഓക്കെ, സിസ്റ്റം ഇനിഷ്യലി ഒരു സ്റ്റേറ്റ് 1 ഓക്കെ, സ്റ്റേറ്റ് 1 അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷറാണ് P1, അവിടെ ഉള്ള ടെമ്പറേച്ചറാണ് T1, അവിടെ ഉണ്ടാകുന്ന വോളിയമാണ് V1. ഈ സ്റ്റേറ്റ് ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? ആ സ്റ്റേറ്റ് ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തെർമൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ പ്രഷർ P1 ആണ്, ആ സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്, ആ സമയത്ത് അവിടുത്തെ വോളിയം V1 ആണ്. ഈ ഒരു സ്റ്റേറ്റ് ഞാനൊരു പ്രോസസ്സിന് വിധേയമാക്കി ഒരു 1 അവർ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേന് സ്റ്റേറ്റ് 2-ലെത്തി. ഓക്കെ, സ്റ്റേറ്റ് 2-ൽ അതിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് P2 ആയി, അതിൻ്റെ T2 ആയി, അത് V2 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ സ്റ്റേറ്റ് 2-ലും എന്താണ്? തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാണ്. സ്റ്റേറ്റ് 1-ലും തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലായിരുന്നു, സ്റ്റേറ്റ് 2-ലും തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാണ്. ആണോ? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 പോകത്തില്ലേ? ഇപ്പോൾ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 പോകുമല്ലോ. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് P-യാ, ഇത് T-യാ, ഇത് P1 T1 കറസ്പോണ്ടിങ് സ്റ്റേറ്റ് 1 ഇതാ. ഇപ്പോൾ സ്റ്റേറ്റ് 2 ഇതാ. സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 പോകുന്നുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്റ്റേറ്റ് ഇല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്റ്റേറ്റ്സ് ഇല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇല്ലേ? 1-നും 2-നും ഇടയ്ക്ക് കുറേ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇല്ലേ? നമ്മൾ പറഞ്ഞ 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാണ്, 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 1-നും 2-ലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ ചെറിയ സ്റ്റേറ്റുകൾ പാസ് ചെയ്തിട്ടാണല്ലോ 2-ലോട്ട് എത്തുന്നത്. അപ്പോൾ ആ ചെറിയ സ്റ്റേറ്റ്സുകളും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ 1-നും 2-നും ഇടയ്ക്കുള്ള ചെറിയ സ്റ്റേറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്സും സിസ്റ്റം പാസ് ചെയ്ത് പോകുന്ന ആ സ്റ്റേറ്റുകളും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രോസസ്സ് ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നീ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ പറയാം. സ്റ്റേറ്റ് 1 P1 V1 T1 അവിടെ ഒരു തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിൽ നിൽക്കുക. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ സ്റ്റേറ്റ് 2-ലെത്തി സിസ്റ്റം. അപ്പോൾ അവിടുത്തെ പ്രഷർ P2 ആണ്, ടെമ്പറേച്ചർ T2 ആണ്, വോളിയം V2 ആണ്. അപ്പോൾ നോക്കിയപ്പോൾ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് ഞാൻ മനസ്സിലായി. പക്ഷേ സ്റ്റേറ്റ് 1-ൽ സ്റ്റേറ്റ് 2-ലോട്ട് പോയപ്പോൾ കടന്നുപോയ ചെറിയ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണോ? അങ്ങനെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്?
ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ് മനസ്സിലായോ? ഗൗരിനാഥ്, ഒരു സിസ്റ്റം ഒരു കോസി സ്റ്റേറ്റിക് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തുവാ അവിടെ പറഞ്ഞത്? സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 പോകുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാണ്. പക്ഷെ അത് മാത്രം പോരാ, പിന്നെ എന്തും കൂടെ വേണം. അത് കടന്നു പോകുന്ന ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകളും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് പഠിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയേ. ഇതിനകത്ത് ഞാനൊരു കണ്ടെയ്നർ എടുക്കുന്നു. ഓക്കെ, ഒരു കണ്ടെയ്നർ എടുക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കണ്ടെയ്നർ എടുക്കുന്നത്. ഈ കണ്ടെയ്നറിനകത്ത് ഇവിടെ ഒരു മൂവബിൾ ബൗണ്ടറി വെക്കുന്നു. ഇതെന്താണ്? പിസ്റ്റനാന്നിരിക്കട്ടെ. അതായത് മൂവബിൾ ബൗണ്ടറി. ആ പിസ്റ്റൺ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും മൂവബിളാണ്. ഓക്കെ, ഇതിനകത്ത് എന്തുവാ നിറയ്ക്കുന്നത്? ഗ്യാസ് നിറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഗ്യാസ് നിറയ്ക്കുമ്പം അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്താണ്? P1 V1 T1 ആണല്ലോ ഇനിഷ്യൽ സ്റ്റേറ്റ്. എന്താണ്? P1 ആണ്, V1 ആണ്, T1 ആണ്. ഓക്കെ, ഇതിൻ്റെ പുറത്ത് ഈ ഒരു പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ പുറത്ത് എന്ത് വെക്കുന്നു? ഒരു വെയിറ്റ് വെക്കുന്നു. അപ്പോൾ ഈ വെയിറ്റ് വെക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യത്തില്ല, മുകളിലോട്ട് മൂവ് ചെയ്യത്തില്ല. കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ആ വെയിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു വെയിറ്റ് വെക്കുന്നു. ആ വെയിറ്റ് വെച്ചത് കൊണ്ട് എന്തുകൂടെ സംഭവിക്കുന്നത്? പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമോ? പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമോ? ഇല്ല. ഗ്യാസ് പ്രഷറും വെയിറ്റും നമ്മൾ ഈക്വലൈസ് ചെയ്ത രീതിയിലാണ് നമ്മൾ വെയിറ്റ് വെക്കുന്നത്. ഗ്യാസിൻ്റെ ഒരു പ്രഷർ മുകളിലോട്ടുണ്ട്, വെയിറ്റിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടുകൂടെ ബാലൻസ് ആവുന്ന രീതി പിസ്റ്റൺ എവിടെ തന്നെ നിൽക്കും? അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ആണോ? യെസ് ഓർ നോ? നിനക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ പറയുന്നത്? സ്പീഡിലാണോ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് പറ. ഓക്കെ, അപ്പോൾ ഈ വെയിറ്റ് വച്ചേക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. വെയിറ്റ് വച്ചേക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. ഏതാ പിസ്റ്റൺ? ഈ സാധനമാണ് പിസ്റ്റൺ. ഇത് മൂവബിൾ ബൗണ്ടറിയാണ്. ഇത് മുകളിലോട്ട് മൂവ് ചെയ്യത്തില്ല, വെയിറ്റ് വെച്ചേക്കുന്നുണ്ട്. ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എന്താണ് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ? ഞാൻ ഒറ്റയ്ക്ക് കഥാപ്രസംഗം നടത്തുവാണോ ഇവിടെ? നിങ്ങൾ മെറ്റീരിയൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കാനിരിക്കുവാണോ ഈ സബ്ജക്റ്റ്? ഈ വെയിറ്റ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? എന്താണ് ഈ വെയിറ്റ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം? അതെ, പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് വെക്കുന്നു, ഇവിടെ ഒരു സ്റ്റോപ്പ് വെക്കുന്നു. അതായത് ഈ ഒരു വെയിറ്റ് എടുത്ത് മാറ്റുമ്പോൾ മാക്സിമം എവിടം വരെ പോകാവുള്ളൂ ഈ പിസ്റ്റൺ? ഈ വെയിറ്റ് എടുത്ത് മാക്സിമം സ്റ്റോപ്പ് വരെ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമേ ഇതാണ് സ്റ്റേറ്റ് 2 കണ്ടീഷൻ. ഓക്കെ, സ്റ്റേറ്റ് 2 കണ്ടീഷൻ. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പോവാണ്? ഈ വെയിറ്റ് എടുത്തങ്ങ് മാറ്റാൻ പോവാം. വെയിറ്റ് ഇവിടെ നിന്ന് എടുത്ത് പൊക്കി മാറ്റാൻ പോവാം. പൊക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് എവിടെ വന്ന് ഇടിക്കും? ഇത് സ്റ്റോപ്പറിൽ വന്ന് ഇടിക്കും. ആണോ? അപ്പം P2 V2
T2 എന്ന് പറയുന്ന കണ്ടീഷൻ എത്തും. പക്ഷേ ഇത്രയും പെട്ടെന്ന് നടന്നുകൊണ്ട് ആ ഒരു ഗ്യാസസിന് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ പോകാൻ പറ്റുമോ? പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുന്നത് പറ്റുമോ? ഇല്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലും ഒരു ഫിക്സഡ് പ്രഷറും ഒരു ഫിക്സഡ് ടെമ്പറേച്ചറും ഒരു ഫിക്സഡ് വോളിയം കിട്ടണം. പക്ഷെ അത്രയും ഒരു 30 സെക്കൻഡ് കൊണ്ടൊക്കെ ആയിരിക്കും അത്രയും മൂവ്മെൻറ്റ് നടക്കുന്നത്. അത്രയും ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ ഓരോ സ്റ്റേറ്റിലും ഒരു ഫിക്സഡ് ടെമ്പറേച്ചറും ഫിക്സഡ് പ്രഷറും ഫിക്സഡ് വോളിയം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ സ്റ്റേറ്റ് പാസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകളൊന്നും എന്താണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് അല്ല. അപ്പോൾ ഈ വെയിറ്റ് പെട്ടെന്ന് എടുത്ത് മാറ്റിയാൽ അതൊരു ക്വാസി സ്റ്റേറ്റിക് പ്രോസസ്സ് ആവുമോ? ഈ വെയിറ്റ് പെട്ടെന്ന് എടുത്ത് മാറ്റി അതൊരു ക്വാസി സ്റ്റേറ്റിക് പ്രോസസ്സ് ആവുമോ? ഇല്ല. അതിന് പകരം ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്ന അറിയോ? ഈ വെയിറ്റ് ഒറ്റ വെയിറ്റ് കൊടുക്കുന്നതിന് പകരം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ അവിടെ ഇരിക്കുന്ന വെയിറ്റിനെ ചെറിയ വെയിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. കണ്ടോ, ഈ ഇവിടെ ഇരിക്കുന്ന വെയിറ്റിന് ആ വെയിറ്റിനകത്ത് ചെറിയ കമ്പോണൻസ് ഉണ്ട്. കണ്ടോ, ചെറിയ കമ്പോണൻസ് ഉണ്ട്. ആദ്യം ഞാൻ എന്തോ എടുക്കുന്നത്, ഇതിനകത്തിരിക്കുന്ന ആദ്യത്തെ ഒരു ചെറിയ വെയിറ്റിനെ എടുത്ത് മാറ്റുന്നു. ആ ചെറിയ വെയിറ്റിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ പിസ്റ്റൺ കുറച്ച് മുകളിലോട്ട് മൂവ് ചെയ്യും. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് മുകളിലോട്ട് മൂവ് ചെയ്യും നമുക്ക് തോന്നുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിൽ സ്റ്റേറ്റിലൊക്കെ എത്തുന്നു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വെയിറ്റ് എടുത്ത് മാറ്റുന്നു, അടുത്ത വെയിറ്റ് എടുത്ത് മാറ്റുന്നു. അപ്പോഴും ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് നമുക്ക് അവിടെ അറിയാൻ പറ്റുമോ? ആ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് അറിയാൻ പറ്റുമോ? ഇല്ല. അറിയാൻ പറ്റുമോ? അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിന് നമ്മൾ നോക്കുമ്പോഴത്തേന് അവിടെ മൂവ്മെൻറ്റ് ഒന്നും ഇല്ലെന്നേ അറിയാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? പക്ഷേ ആഫ്റ്റർ 1 hour 2 hour കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് ഓരോ വെയിറ്റും പതുക്കെ മാറ്റുമ്പോഴത്തേന്, പക്ഷേ നമ്മൾ ആ വെയിറ്റ് മാറ്റുമ്പം പിസ്റ്റൺ സഡനായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതൊരു നോക്കുമ്പോൾ ഇക്വിലിബ്രിയത്തിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ആ ഓരോ വെയിറ്റും പതുക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേന് ഫൈനലി സ്റ്റേറ്റ് 2 എത്തിക്കഴിയുമ്പോഴത്തേന് നോക്കുമ്പോൾ സ്റ്റേറ്റ് 2 എത്തി. പക്ഷേ സ്റ്റേറ്റ് 2 എത്തിയെങ്കിലും നമ്മൾ അറിഞ്ഞോ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 എത്തിയത്? ഓരോ ഇൻസ്റ്റൻറ്റിൽ നോക്കുമ്പോൾ അറിഞ്ഞിട്ടുണ്ടോ? ഓരോ ഇൻസ്റ്റൻറ്റിൽ നോക്കുമ്പോൾ അറിയുന്നുണ്ടോ? പക്ഷേ ഓവർ എ ടൈം നോക്കുമ്പോൾ അറിയുന്നുണ്ട്, അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത് അറിയുന്നുണ്ട്. പക്ഷേ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേന് ആ മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുമോ? ഇല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? അപ്പോൾ ആ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റും കടന്നു പോയ സ്റ്റേറ്റ് എല്ലാം ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. അതായത് തെർമലിയും കെമിക്കലിയും മെക്കാനിക്കലിയും എല്ലാം ഇക്വിലിബ്രിയത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി സ്ലോ പ്രോസസ്സ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അത്രയും പതുക്കെ നടന്നെങ്കിൽ, അത്രയും സ്ലോലി നടന്നാൽ മാത്രമേ അതിൻ്റെ ഇടയ്ക്ക് റീഅറേഞ്ച് ചെയ്ത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ കൊടുക്കാനുള്ള സമയം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആകത്തുള്ളൂ. അതായത് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ഉള്ള സമയം പോലും കിട്ടത്തില്ല. അപ്പോൾ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റസ് ഒന്നും ഇക്വിലിബ്രിയത്തില്ല. പക്ഷേ നമ്മളിങ്ങനെ 100 കിലോ ഉള്ള ഒരു വെയിറ്റ്, ഓക്കെ, എന്നിട്ട് ഞാൻ ഓരോ ഗ്രാം വെച്ച് മാറ്റുന്നു, 1 ഗ്രാം മാറ്റുന്നു, എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കുന്നത്, പിന്നെ അടുത്ത 1 ഗ്രാം മാറ്റുന്നു, അങ്ങനെ 100 ഗ്രാം 1000 തവണയൊക്കെ ഇട്ട് ഓരോ ഗ്രാമും മാറ്റി കഴിയുമ്പോഴാണ് നമുക്ക് ആ വെയിറ്റ് മൊത്തം മാറ്റുന്നത്. അപ്പോൾ അത്രയും ടൈം എടുത്തിട്ടാണ് ആ വെയിറ്റ് മൊത്തം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിന് പ്രത്യേകത എന്താണ്? എക്സ്ട്രീംലി സ്ലോ പ്രോസസ്സാണ്. എക്സ്ട്രീംലി സ്ലോ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ എന്തുവാ ചെയ്യുന്നത്? അവിടെ ആ സിസ്റ്റത്തിന് അതിന് ഓരോ സ്റ്റേറ്റും ഇക്വിലിബ്രിയം ആകാനുള്ള സമയം നമ്മളവിടെ എന്തോ ചെയ്യുന്നത്? ഇക്വിലിബ്രിയം സമയം ആകാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ആണോ? അപ്പോൾ അതാണ് അത് നമ്മുടെ ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്? ഈസ് ഇറ്റ് റിവേഴ്സിബിൾ? റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ അർത്ഥം എന്തുവാണ്? റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ അർത്ഥം എന്തുവാ?
നിങ്ങൾ +2 കെമിസ്ട്രി എയിൽ നിന്ന് ഒരേപോലെ ഒരു കണ്ടീഷൻ ഉണ്ട്. എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പം സറൗണ്ടിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് വരുമ്പോഴത്തേന് ആ മാറ്റങ്ങളെല്ലാം തിരിച്ച് അതേപോലെ വരണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് പോയപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഞാൻ ബിയിൽ നിന്ന് തിരിച്ച് എയിൽ വരുമ്പോഴത്തേന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിയുക പോലും ചെയ്യരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ആയിരിക്കണം. അല്ല എയിൽ നിന്ന് ബിയിലോട്ട് കൊണ്ട് ബിയിലോട്ട് തിരിച്ചു വരുന്നതല്ല റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന സമയത്ത് എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ പല മാറ്റങ്ങൾ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് വരുമ്പോഴത്തേന് ഇപ്പോൾ ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോഴത്തേന് ഹീറ്റ് 10 ജൂൾ ഹീറ്റ് എമിറ്റ് ചെയ്തു. ബിയിൽ നിന്ന് എയിലോട്ട് വരുമ്പോഴത്തേന് 10 ജൂൾ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് മാറാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണോ? അതെ. ഇപ്പം ഞാൻ ഈ വെയിറ്റ് എടുത്ത് മാറ്റിയില്ലേ, അതേപോലെ തന്നെ ഓരോ ഗ്രാം വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്താലോ ഇവിടെ ടോപ്പിൽ നിൽക്കുക. ഇതിപ്പോൾ ടോപ്പിൽ നിൽക്കുക, ഈ സാധനം ടോപ്പിൽ നിൽക്കുക, പിസ്റ്റൺ ടോപ്പിൽ നിൽക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ 1 ഗ്രാം ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ 1 ഗ്രാം ആഡ് ചെയ്യുന്നു, പിന്നെ വെയിറ്റ് ചെയ്യുന്നു, പിന്നെ 1 ഗ്രാം ആഡ് ചെയ്യുന്നു, പിന്നെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ആ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആൻഡ് സ്റ്റഡിയാണ് ആണോ? അപ്പോൾ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വന്ന് നിൽക്കും ആണോ? അപ്പം ആ സിസ്റ്റം 1ൽ നിന്ന് 2ലോട്ട് പോയപ്പോൾ കടന്നു പോയ ഏതൊക്കെ സ്റ്റേറ്റുകളാണോ ആ സ്റ്റേറ്റുകളിൽ കൂടി തന്നെ 2ൽ നിന്ന് 1ലോട്ട് പോകുമ്പോൾ കടന്നു പോകും. പക്ഷേ എങ്ങനെ വെക്കണം? ഒറ്റയടിക്ക് വെച്ചാൽ കടന്നു പോവോ? ഒറ്റയടിക്ക് വെയിറ്റ് എടുത്ത് വെച്ചാൽ കടന്നു പോവോ? വെയിറ്റ് എങ്ങനെയാണോ എടുത്ത് മാറ്റിയത്, വെയിറ്റ് ഗ്രാജുവലി എടുത്ത് മാറ്റി അതേപോലെ തന്നെ വെയിറ്റ് ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഗ്രാം 1 ഗ്രാം 1 ഗ്രാം അങ്ങനെ ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ആ സെയിം പൊസിഷനിലോട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് റിവേഴ്സിബിൾ ആണോ? യെസ്, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. അപ്പോൾ നമുക്ക് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നമുക്ക് എപ്പോഴും ഒരു പ്രോസസ്സ് ഇങ്ങനെ നമുക്കിപ്പം PT അപ്പോൾ 1 എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, 2 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് എന്ത്? കുറേ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ കൂടെ കടന്നു വന്നത് കണ്ടോ? ഈ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എല്ലാം ഈ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ നമുക്കിത് തിക്ക് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതല്ല ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇതാ, 2 ഇത്, 3 ഇത്, 4 ഇത്, 1 2. പക്ഷേ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഒന്നും തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലല്ല. അപ്പോൾ നമുക്കിത് തിക്ക് ലൈനായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതായത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് PV ഡയഗ്രത്തിനകത്തോ അല്ലെങ്കിൽ PT ഡയഗ്രത്തിനകത്തോ നമുക്ക് തിക്ക് ലൈനായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഫിഗറിനകത്ത് ഇങ്ങനെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ PV ഇങ്ങനെ കാണിക്കുക 1 2. ഇതിൻ്റെ അർത്ഥം എന്തുവാ? 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ അവ കടന്നു പോകുന്ന സ്റ്റേറ്റുകളെല്ലാം എന്താണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷേ ഒരു പ്രോസസ്സ് ഇങ്ങനെ കാണിക്കുകയാണെങ്കിലോ P കാണിച്ചു, V കാണിച്ചു, ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2. 1ഉം 2ഉം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷേ എന്താണ്? 1ഉം 2ഉം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സ് ഒന്നും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലല്ല. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളാണ് ഈ എന്താ പറയുന്നത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിസ്റ്റം സ്റ്റേറ്റ് 1ന് സ്റ്റേറ്റ് 2ലോട്ട് പോകുന്നു. സ്റ്റേറ്റ് 1 തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്, സ്റ്റേറ്റ് 2ഉം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കടന്നു പോകുന്ന സ്റ്റേറ്റുകളും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ ഒരു സിസ്റ്റം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിനെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പിസ്റ്റണിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്ത്, ഒരു സിലിണ്ടറിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്ത് ഒരു പിസ്റ്റണിൻ്റെ പുറത്ത് വെയിറ്റ് വെച്ച് ആ വെയിറ്റ് ഒറ്റയടിക്ക് മൂവ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകളെല്ലാം എങ്ങനെയായിരിക്കും?
ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ എങ്ങനെയായിരിക്കും? ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ എങ്ങനെയായിരിക്കും? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണോ? ഒറ്റയടിക്ക് വെയിറ്റ് റിമൂവ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ല. പക്ഷേ ഗ്രാജുവൽ റിമൂവലാണെങ്കിലോ അത് കടന്നു പോകുന്ന സ്റ്റേറ്റുകളെല്ലാം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആണോ? അപ്പം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? എക്സ്ട്രീംലി സ്ലോ പ്രോസസ് ആയിരിക്കും. ആണോ? എന്താ പ്രത്യേകത? എക്സ്ട്രീംലി സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഈ സ്ലോ പ്രോസസ്സ് നമ്മൾ അത്രയും പതുക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിന് ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത്രയും ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ കെമിക്കൽ മൂവ്മെൻറ്റോ ഒന്നും അധികം ഉണ്ടാവാതെ അത്രയും വളരെ ഇൻഫിനിറ്റ് സ്പീഡിൽ നമ്മൾ ഒച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? സ്നെയിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേന് അത് എഴുതുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമോ? ഇല്ല. പക്ഷെ അത് സത്യത്തിൽ കഴിയുന്നില്ലേ? നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും മൂവ്മെൻറ്റ് കാണാൻ പറ്റും. പക്ഷെ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ നമ്മൾ അതായത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മൂവ് ചെയ്യുന്നത് തോന്നുമോ? ഇല്ല. വളരെ വളരെ സ്ലോലിയാണ്. പക്ഷേ സത്യത്തിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെയാണ് ഇവിടെ. അത്രയും സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സ് ആണെങ്കിൽ മാത്രമേ ഇത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എക്സ്ട്രീംലി സ്ലോ ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ആണെന്ന് നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഇത് റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് എങ്ങനെ നമ്മൾ പറയുന്നത്? എങ്ങനെയാണ് റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് പറയുന്നത്? ഈ എക്സാമ്പിൾ തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ വെയിറ്റ് ഗ്രാജുവലായിട്ട് വെയിറ്റ് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രാജുവലായിട്ട് വെയിറ്റ് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് കടന്നു പോയ അതേ പാതകളിൽ തന്നെ തിരിച്ചു വരും അല്ല? ആണോ? അതെ സർ. ഓക്കെ. ഈ 2 കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്തോ അതിന്റെ പ്രത്യേകത? ഐസോ എന്ന് വെച്ചാൽ എന്താണ്? സെയിം ആണ്. തെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ. ഈ പ്രോസസ്സിനകത്ത് ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ P1 V1 T1 ആണ് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് 2-ലെത്തുമ്പോഴും P2 V2 മാറും. പക്ഷേ T2 മാറുമോ? T1 തന്നെ ആയിരിക്കും. കണ്ടോ? പ്രഷർ വോളിയം ചേഞ്ച് ചെയ്യും. പക്ഷേ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമോ? ഇല്ല. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ ഒരു പ്രോസസ്സിനകത്ത്. അതുപോലെ തന്നെ ഐസോബാറിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഐസോബാറിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഐസോബാറിക് പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ്. അതായത് സ്റ്റേറ്റ് 1 P1 V1 T1 ആണ്. സ്റ്റേറ്റ് 2 വരുമ്പോഴത്തേന് എന്തുമായിരിക്കും? P1 V2 T2 P1 V2 T2. ആ പ്രഷർ P1 പ്രഷർ P1 തന്നെ അല്ലേ? പ്രഷർ എന്തായിരിക്കും? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ